എന്നോട് ചേച്ചിക്ക് നോക്കും ദേഷ്യമൊന്നുമില്ലേ? ഞാനല്ലേ ഉള്ള അച്ഛനെ ഇല്ലാണ്ടാക്കിയത്. ദേഷ്യമൊന്നും അല്ല മോനെ, കുറ്റബോധ. കുറ്റബോധമോ? അമ്മേ പോവാം. നീ മിണ്ടാതെ. എത്ര നാൾ വെച്ചാ പറയാൻ നിൽക്കുന്നത്? ഇനി ഇങ്ങനെ നീർ ജീവിക്കാൻ എനിക്ക് വയ്യ. ചേച്ചി എന്നാ ഈ പറയുന്നത്? ഈ കുറ്റബോധം നീറ്റലൊക്കെ എനിക്കല്ലേ ഉണ്ടാവേണ്ടത്. ഞാനല്ല നിങ്ങളോട് തെറ്റിയതേ. നീയല്ല. അമ്മേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ഈ നശിച്ച കൈയാണ് ഞാൻ നിങ്ങളുടെ കെട്ടിനെ പിടിച്ച് തള്ളിയത്. ആ വീഴ്ചയിൽ അയാൾക്കൊന്നും പറ്റിയില്ലായിരുന്നു മോനെ. അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ വന്നത് വീട്ടിലോട്ടാ. അവിടെ വന്ന് എൻ്റെ കുഞ്ഞിനെ ഒരുപാട് ഉപദ്രവിച്ചു. ഞാൻ ഒരുപാട് സഹിച്ച് ജീവിക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ. ഇച്ചിരി ഇല്ലാത്തവളെ ഉപദ്രവിച്ചപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. അവിടെ കിടന്ന ചരവത്തന്നെ എടുത്ത് ഞാൻ അയാളെ തലക്കിട്ടടിച്ചത്. അടിയിൽ അയാള് മോൻ തള്ളിയിട്ടപ്പോൾ തലയിടിച്ച് വീണ ആഘാതത്തിൽ അയാൾ മരിച്ചത് നാട്ടുകാരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ച് മിണ്ടാതിരുന്നതാ. ആ കുറ്റബോധം പേറി ഇത്രയും നാള് ഞാൻ എന്റെ മോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിതൊന്നും ആരോടും പറയാൻ പോകുന്നില്ലേ. ഇപ്പം തന്നെ ഞാൻ അനുഭവിക്കേണ്ടല്ല അനുഭവിച്ചു. ഇനി ഏറിപ്പോൾ ഒരു 10 വർഷം കൂടെ. അല്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്നത്തിനാ? എനിക്കിവിടെ ആരാ ഉള്ളത്? മോൻ വരുമ്പം ഞങ്ങളുണ്ടോ ഇവിടെ, മോൻ്റെ സ്വന്തം അമ്മയും പെങ്ങളുമായിട്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കഥകളൊക്കെ ഉണ്ട്. ഇതൊന്ന് പൊലിപ്പിക്കണമല്ലോടാ. പിന്നെ പൊലിപ്പിച്ചു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അവരെങ്കിലും ജീവിച്ച് പോട്ടെന്നേ. നീ പോടാ. പണ്ട് ഞാൻ ഇവിടെ ഒന്ന് നോക്കിയതാ. അവളെ അന്നേരം ഭയങ്കര ശീലാവധി അമിച്ചത്. ഇവ കിട്ടിയാൽ നല്ലൊരു പണി കൊടുക്കും. നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ ആടാ? അവൻ്റെ കൂട്ടുകാരനാ, ഒന്നിച്ച് പരോളിനിറങ്ങിയതാ. ഇവിടെ കണ്ടതും കേട്ടതൊന്നുമേ നിങ്ങളാരോടും പറയാൻ പോകുന്നില്ല. അല്ല ഭായി, അവൻ ചെയ്യാത്ത കുറ്റത്തിനാണല്ലോ അവൻ അകത്ത് കിടന്ന്. അല്ലടാ, അപ്പോൾ അവൾക്കിട്ടൊരു പണി കൊടുക്കണ്ടേ? അയാൾ ചത്തതേ അവൻ്റെ കൈ കൊണ്ടല്ല, ആ ചേച്ചിയുടെ കൈ കൊണ്ടാ. അതൊക്കെ അവന് പണ്ടേ അറിയുകയും ചെയ്യാം. അതെങ്ങനെ സംഭവിച്ചു? അന്നാ സംഭവത്തിന് ശേഷമേ അവനെന്തോ വിഷമം തോന്നി ആ മാപ്പ് പറയാൻ വേണ്ടി ആ വീട്ടിൽ ചെന്നു. അപ്പോൾ അവൻ കണ്ടതാ ആ ചേച്ചി അങ്ങനെ അടിച്ചു വരുന്നത്. പിന്നെന്തിനാ അവന് ആരോടും പറയാതെ ഈ സ്വന്തമായിട്ട് ഈ കുറ്റം ഏറ്റെടുത്തത്? ആ അതിൻ്റെ കാരണം അവനാന്ന് അവന് മാത്രം അറിയത്തുള്ളൂ. ദേവുട്ടി, നിനക്ക് വേദനിക്കുന്നുണ്ടോ? എന്നെ അടിക്കുന്നതിനൊന്നും എനിക്ക് വിഷമമില്ലടാ. പക്ഷെ എൻ്റെ അമ്മേനെ അച്ഛനെ അടിക്കുമ്പോൾ എനിക്ക് വിഷമം. പോട്ടടി, സാരമില്ല. ഇന്നലെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മേനെ പിടിച്ച് വെള്ളത്തിൽ മുക്കി. അപ്പം എൻ്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ടി. എനിക്ക് അയാളെ കൊല്ലാന്നുള്ള ദേഷ്യമുണ്ട്.